Hello everyone, welcome to LearnMate Academy. I am Manaka Sundosh, your online teacher. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് +2 ഇംഗ്ലീഷ് ആദ്യത്തെ ചാപ്റ്ററായ ദി 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന ലെസണിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും വിത്ത് ആൻസേഴ്സ് ആണ്. സോ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എനിക്ക് പറയാനുള്ളത്, ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ ഓൺലൈൻ ട്യൂഷൻസ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കോൺടാക്ട് ചെയ്യണം. 7012787895. സോ ലെറ്റ് സ്റ്റാർട്ട്. ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയേണ്ടത് ക്രിസ്റ്റ്യൻ ലഗാർഡിൻ്റെ സ്പീച്ചിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ് ദി 3 L's ഓഫ് എംപവർമെൻറ്റ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ വിത്ത് ആൻസേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഷോർട്ട് സമ്മറി നോക്കാം. The lesson, The 3 L's of Empowerment, explains that women's empowerment is essential for the development of a nation. Empowerment means giving women equal rights, opportunities, and freedom to participate in economic, social, and political activities. A country can achieve sustainable development only when women are empowered. അതായത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഈ ഒരു ലെസൺ മെയിൻലി കാണിക്കുന്നത്. സോ എംപവർമെൻറ്റിൻ്റെ കറക്റ്റ് മലയാളം മീനിങ് ആണ് ശാക്തീകരണം. അതായത് ഒരു രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ വികസനത്തിന് വേണ്ടിയിട്ട് സ്ത്രീ ശാക്തീകരണം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നാണ് ഈ ഒരു ലെസൺ മെയിൻലി കാണിക്കുന്നത്. സോ എംപവർമെൻറ്റിൻ്റെ കറക്റ്റ് മലയാളം മീനിങ് ആണ് ശാക്തീകരണം. അതുപോലെ തന്നെ ശാക്തീകരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നമുക്ക് സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങളും അതുപോലെ അവസരങ്ങൾ, സ്വാതന്ത്ര്യം ഇതൊക്കെ ലഭിക്കുന്നതിനെയാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത്. സ്ത്രീകൾ ശക്തരായി പ്രവർത്തിക്കുമ്പോൾ മാത്രമാണ് ഒരു രാജ്യത്തിന് പൂർണ്ണമായിട്ട് വികസനം കൈവരിക്കാൻ കഴിയുക എന്നുകൂടെയാണ് ഈ ഒരു പാരഗ്രാഫിൽ മീനിങ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പാരഗ്രാഫ് നോക്കാം. The lesson highlights the importance of the 3 L's: learning, labor, and leadership. Learning provides education, knowledge, and confidence. Labor gives women economic independence through employment and income. Leadership enables women to participate in decision making and contribute to the progress of society. അതായത് സ്ത്രീ ശാക്തീകരണം പൂർത്തിയാവണം എന്നുണ്ടെങ്കിൽ മെയിൻലി 3 L ആണ് വേണ്ടത്. ഫസ്റ്റ് വൺ ആണ് ലേണിംഗ്, വിദ്യാഭ്യാസം. സെക്കൻഡ് വൺ ആണ് ലേബർ, തൊഴിൽ. തേർഡ് വൺ ആണ് ലീഡർഷിപ്പ്, നേതൃത്വം. ഈ 3 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ സ്ത്രീ ശാക്തീകരണം കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാഭ്യാസം സ്ത്രീകൾക്ക് കുറച്ചുകൂടെ അറിവ് ലഭിക്കാനും അതുപോലെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലേബർ ആണെങ്കിൽ സ്ത്രീകൾക്ക് കൃത്യമായൊരു തൊഴിലും വരുമാന മാർഗവും കൂടെ കാണിക്കുന്നു. തേർഡ് വൺ ആണ് ലീഡർഷിപ്പ് അഥവാ നേതൃത്വമാണ്. നേതൃത്വം മെയിനായിട്ട് സ്ത്രീകൾക്കൊരു സമൂഹത്തിൽ നിന്ന് വിലയുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയും സഹായിക്കുന്നു. ഓക്കെ, നമുക്ക് തേർഡ് പാരഗ്രാഫ് നോക്കാം. The lesson also discusses the challenges faced by women, such as gender discrimination, unequal wages, lack of education, and limited opportunities. It emphasizes that improving education, employment, and leadership opportunities for women will promote gender equality and contribute to the overall development of society and the nation. അതായത് ഈ ഒരു പാഠഭാഗത്തിൽ മെയിനായിട്ട് പറയുന്നത് സ്ത്രീകൾ ഫേസ് ചെയ്യുന്ന ചില ചലഞ്ചസ് അതുപോലെ ചില ഇഷ്യൂസ് ഒക്കെയാണ്. അതിൽ മെയിനായിട്ടുള്ള അതിന് എക്സാമ്പിൾ ഇവിടെ കൊടുക്കുന്നുണ്ട് അല്ലേ. ജെൻഡർ ഇക്വാലിറ്റി അഥവാ ലിംഗവിവേചനം. സെക്കൻഡ് വൺ ആണ് അൺഈക്വൽ വേജസ്, വേതന അസമത്വം. ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസക്കുറവ്. ആൻഡ് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റീസ്, അവസരങ്ങളുടെ കുറവ്. ഇങ്ങനെ ഒരുപാട് കാരണത്താൽ സ്ത്രീകൾ ഇന്നും ഈ സമൂഹത്തിൽ പല ചലഞ്ചസ് ഫേസ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അത് മാത്രമല്ല, ഇതെല്ലാം പ്രൊവൈഡ് ചെയ്ത് സ്ത്രീകളെ മുന്നോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ ഈ ഒരു രാജ്യം കുറച്ചും കൂടി നല്ല രീതിക്ക് വികസിക്കുള്ളൂ എന്നുകൂടാണ് ഈ ഒരു പാഠഭാഗം പറയുന്നത്.
ദെൻ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് എക്സാംസിന് വരാൻ ചാൻസ് ഉള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ആർ ദി 3 L's ഓഫ് എംപവർമെന്റ്? ശാക്തീകരണത്തിന് ആവശ്യമായിട്ടുള്ള 3 Lകൾ ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, what is learning? Learning is the process of acquiring knowledge, skills, values and attitudes. Education helps women become confident and independent. ഓക്കെ, അപ്പം ഇതിൽ എന്താണ് പറയുന്നത്? അറിവും കഴിവും മൂല്യങ്ങളൊക്കെ നേടാൻ സ്ത്രീകളെ സഹായിക്കുന്ന പ്രക്രിയയാണ് നമ്മുടെ ലേണിംഗ് അഥവാ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ വിദ്യാഭ്യാസം സ്ത്രീകളെ കുറച്ചും കൂടി ആത്മവിശ്വാസമുള്ളവരാക്കി മാറ്റുന്നു എന്നാണ് ലേണിംഗ് എന്നതിൽ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് വൺ ആണ്, വാട്ട് ഈസ് ലേബർ? Labor means productive work done to earn income. Women's participation in labor improves their economic independence. അതായത് നമ്മുടെ സ്ത്രീകൾക്ക് വരുമാനം നേടുന്നതിനായിട്ട് സഹായിക്കുന്ന ഘടകമാണ് തൊഴിൽ അഥവാ ലേബർ എന്ന് പറയുന്നത്. സോ തൊഴിൽ ചെയ്യുന്നതിലൂടെ സ്ത്രീകൾ എന്താവും? ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവും എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ലീഡർഷിപ്പ്? Leadership is the ability to guide, influence and inspires others to achieve common goals. അതായത് നമുക്ക് മറ്റുള്ളവരെ നയിക്കാനും അതുപോലെ സ്വാധീനിക്കാനും പൊതുലക്ഷ്യങ്ങളൊക്കെ കൈവരിക്കാനായിട്ട് പ്രചോദിപ്പിക്കുന്ന ഒരു ഘടകമാണ് എന്ത്? ലീഡർഷിപ്പ്, അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുന്ന ഒരു കഴിവാണ് നമ്മുടെ ലീഡർഷിപ്പ് അഥവാ നേതൃത്വം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം, വാട്ട് ഈസ് വുമൺ എംപവർമെന്റ്? എന്താണ് സ്ത്രീ ശാക്തീകരണം? വുമൺ എംപവർമെന്റ് ഈസ് ദി പ്രോസസ് ഓഫ് enabling women to enjoy equal rights, opportunities and participation in economic, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ്. സ്ത്രീകൾക്ക് തുല്യ അവകാശങ്ങൾ അതുപോലെ അവസരങ്ങൾ സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടുള്ള എല്ലാ മേഖലകളിലും ഈക്വൽ ആയിട്ടുള്ള പങ്കാളിത്തം ഉറപ്പാക്കുന്ന ഈ ഒരു പ്രക്രിയയാണ് അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിനെയാണ് സ്ത്രീ ശാക്തീകരണം അല്ലെങ്കിൽ വുമൺ എംപവർമെന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെൻഷൻ എനി 4 challenges ഫേസ്ഡ് ബൈ വുമൺ. വുമൺസ് ഫേസ് ചെയ്യുന്ന 4 challenges ഈ ഒരു പാഠഭാഗത്തിൽ ഏതൊക്കെയാണെന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് വൺ ആണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ അഥവാ ലിംഗവിവേചനം. സെക്കൻഡ് വൺ ആണ് വേജ് ഇൻഇക്വാലിറ്റി, വേതന അസമത്വം. തേർഡ് വൺ ആണ് എംപ്ലോയ്മെന്റ്, അതായത് തൊഴിലില്ലായ്മ. ഫോർത്ത് വൺ ലാക്ക് ഓഫ് എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസക്കുറവ്. ഇതൊക്കെയാണ് സ്ത്രീകൾ മെയിനായിട്ട് ഇന്നത്തെ സമൂഹത്തിൽ ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് എന്നാണ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻറ്റ് ഫോർ വുമൺ? എന്തുകൊണ്ടാണ് വുമൺസിന് എഡ്യൂക്കേഷൻ ഏറ്റവും പ്രാധാന്യമുള്ളതാണ് എന്ന് പറയുന്നത്? എഡ്യൂക്കേഷൻ ഇംപ്രൂവ്സ് നോളേജ്, കോൺഫിഡൻസ്, എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റീസ്. ഇറ്റ് ഓൾസോ പ്രൊമോട്ട് ജെൻഡർ ഇക്വാലിറ്റി. അതായത് വിദ്യാഭ്യാസവും അറിവും ആത്മവിശ്വാസവും അതുപോലെ തൊഴിലവസരങ്ങൾ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ ലിംഗസമത്വത്തെ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വുമൺസിന് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എല്ലാവരും പറയുന്നത്. അതായത് വിദ്യാഭ്യാസവും അറിവും ആത്മവിശ്വാസവും അതുപോലെ തൊഴിലവസരങ്ങൾ, തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഇതെല്ലാം നമ്മുടെ ലിംഗസമത്വത്തെ കുറച്ചും കൂടെ വർദ്ധിപ്പിക്കുന്നു അല്ലെങ്കിൽ പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് വുമൺസിന് എഡ്യൂക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് എല്ലാവരും പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ലേബർ എംപവർ വുമൺ? എങ്ങനെയാണ് സ്ത്രീകളെ ശാക്തീകരിക്കുന്നത് തൊഴിൽ എന്നാണ് ചോദിക്കുന്നത്. ലേബർ പ്രൊവൈഡ്സ് ഇൻകം, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ്, സെൽഫ് കോൺഫിഡൻസ് ആൻഡ് എ ബെറ്റർ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. അപ്പം ഇതിൽ എന്താണ് പറയുന്നത്? നമ്മളുടെ തൊഴിൽ സ്ത്രീകൾക്ക് വരുമാനം ഉണ്ടാക്കാനും അതുപോലെ സാമ്പത്തികവും സ്വാതന്ത്ര്യപരമായിട്ടും ആത്മവിശ്വാസമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സ്ത്രീകളെ ഹെൽപ്പ് ചെയ്യുന്നു. സോ തൊഴിൽ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളുടെ ലൈഫിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ ഈസ് ലീഡർഷിപ്പ് ഇമ്പോർട്ടൻറ്റ് ഫോർ വുമൺ? എന്തുകൊണ്ടാണ് നേതൃത്വം സ്ത്രീകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് പറയുന്നത്? ലീഡർഷിപ്പ് എനബിൾസ് വുമൺ ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ്, ഇൻഫ്ലുവൻസ് സൊസൈറ്റി ആൻഡ് പ്രൊമോട്ട് ഇക്വാലിറ്റി ആൻഡ് ഡെവലപ്മെൻറ്റ്. അതായത് എങ്ങനെയൊക്കെയാണ് നേതൃത്വം സ്ത്രീകളെ സഹായിക്കുന്നത്? പുതിയ പുതിയ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ, നമ്മുടെ സമൂഹത്തിനെ സ്വാധീനിക്കുന്നതിൽ, സമത്വം വികസനത്തിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിലും സ്ത്രീകളെ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് അല്ലെങ്കിൽ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഫാക്ടറാണ് നേതൃത്വം എന്നതുകൊണ്ട്
അർത്ഥമാക്കുന്നത്. സോ എല്ലാ സ്ത്രീകൾക്കും എന്ത് വേണം? ഒരു നേതൃത്വം അല്ലെങ്കിൽ ലീഡറാണ് എന്നൊരു തോന്നൽ വേണം. സോ ഈ ഒരു വീഡിയോയിൽ എക്സാംസിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വിത്ത് ആൻസേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും കൃത്യമായി മനസ്സിലായി എന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫോർമേഷൻ കറക്റ്റ് സമയത്തിന് ലഭിക്കാനായി ഓൾറെഡി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ തീർച്ചയായും ജോയിൻ ചെയ്യണം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.